ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 37 റിവ്യൂ. പുതിയ ക്യാപ്റ്റനായി അഭിലാഷിനെ തെരഞ്ഞെടുത്തു. ആദിലയും നൂറയും അനീഷിനെ സുപ്രൂട്ട എന്ന് പറഞ്ഞ് ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നോമിനേഷനിൽ ഏറ്റവും വോട്ട് കിട്ടിയത് ആദിലയ്ക്കാണ്. അതിൽ പിന്നെ അവർക്ക് അവരുടെ സഹോദരന്മാരെ കാണാൻ വലിയ മോഹം. ഫാമിലി വീക്ക് വരെയെങ്കിലും പിടിച്ചു നിന്നാൽ അവരുമായിട്ട് ഒന്നിക്കാൻ പറ്റിയെങ്കിലും എന്നുള്ള പ്രതീക്ഷ. പിന്നെ അവരുടെ റൊമാൻറ്റിക് മുഹൂർത്തങ്ങൾ. പുതിയ സ്ട്രാറ്റജിയോ ഗെയിമോ അതോ റിയൽ ആണോ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. രാവിലെ മസ്താനിയുടെ അടുത്തൊക്കെ ചെന്ന് ജിസൈൽ പറയുന്നുണ്ടായിരുന്നു, പാത്രം കഴുകാത്ത തന്നെ ചായ വയ്ക്കാൻ പാത്രമില്ല എന്നൊക്കെ. മോഹൻലാൽ പറഞ്ഞിട്ട് പോലും ഒന്നും അനുസരിക്കുക കൂടി ഇവർ ചെയ്യുന്നില്ല. ആദിലയും നൂറയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേരും ചർച്ച ചെയ്താണ് നോമിനേഷനൊക്കെ തീരുമാനിക്കുന്നത്. നേരത്തെ സ്പ്ലിറ്റ് ചെയ്യാത്തപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങൾ രണ്ടായിരുന്നു. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എല്ലാം ഒന്നാണ്. രണ്ടുപേരും കൂടി ആര്യനെയാണ് തിരഞ്ഞെടുത്തത്. ആര്യനെയും അക്ബറിനെയും ഒന്നും എനിക്കിഷ്ടമില്ലെന്ന് നൂറ. പാത്രം കഴുകി കിട്ടാഞ്ഞിട്ട് ഒരു ചെറിയ പാത്രത്തിലാണ് ജിസൈൽ ചായ ഉണ്ടാക്കി ഒരു 10 പേർക്ക് കുടിക്കാൻ പറ്റും. ബിന്നി ഒച്ചപ്പാടുണ്ടാക്കുന്നു. ജിസൈൽ തന്റെ ഫേവറേറ്റ് ആൾക്കാർക്ക് മാത്രമേ ചായ ഉണ്ടാക്കി കൊടുക്കുള്ളൂ എന്ന് ബിന്നി. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഷോ കാണിച്ചില്ലെങ്കിൽ പുറത്തു പോകുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും ബിന്നിയുടെ ഈ ഷോ. അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് അക്ബർ ബിന്നിയോട് ചോദിക്കുന്നു. ചെറിയ പാത്രം മാത്രമേ കഴുകി കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വെച്ചതെന്ന് ജിസൈൽ. ശരിക്കും അവിടുത്തെ പ്രശ്നം പാത്രം കഴുകാത്തതാണ്. ആണുങ്ങൾക്ക് മാത്രമേ ജിസൈൽ ചായ കൊടുക്കുമെന്ന് അനുമോൾ, ഒരു സ്ത്രീ തന്നെ. അതിനിടയ്ക്ക് സുപ്രൂട്ടൻ എന്ന് വിളിച്ച് ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു ആദിലയും നൂറയും അനീഷിനെ. ആദ്യമൊക്കെ ഒരു രസമായിരുന്നെങ്കിലും എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബോറാണ്. നൂറ പറയുന്ന കാരണം അനീഷ് ഷാനവാസിനെ ചെട്ടായെന്നും മരക്കഴുത എന്നും ഒക്കെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളിക്കും അങ്ങനെ സുപ്രൂട്ട എന്ന് ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഷാനവാസും അനീഷും തമ്മിൽ എന്തെങ്കിലും ട്രിഗറിങ് വരുമ്പോൾ മാത്രമേ വിളിക്കാറുള്ളൂ, അല്ലാതെ ചുമ്മയൊന്നും അനീഷ് ഷാനവാസിനെ വിളിക്കാറില്ല. നൂറയെയും ആദിലയെയും ഒന്നും ഒരിക്കൽ പോലും അനീഷ് ആവശ്യമില്ലാതെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന പലരുണ്ടല്ലോ, അവരെ എന്തെങ്കിലും പറഞ്ഞ് അവർക്ക് വിളിക്കാമല്ലോ. എന്റെ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല, എനിക്കിത് ഇഷ്ടമല്ലെന്ന് അനീഷ് പറയുന്നുണ്ടായിരുന്നു. അനീഷ് ഒരു കസേര വന്നിരുന്നാൽ അവിടെ വന്ന് അവർ ഇരിക്കും, ട്രിഗർ ചെയ്യും. ഇപ്പോൾ ബുള്ളിങ്ങും. ഒരാണ് പെണ്ണിന് നേരെ മാത്രമല്ല, പെണ്ണ് ആണുങ്ങൾക്ക് നേരെയും ബുള്ളിങ് ചെയ്യാം. സ്റ്റോറി പറയുന്ന ടാസ്കിൽ പരാജയപ്പെട്ടുകൊണ്ട് പ്രവീണും ലക്ഷ്മിയും സാബുമാനും മസ്താനിയും ഒക്കെ ഡയറക്ടർ നോമിനേഷനിൽ വന്നു. ജിഷിൻ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയോണ്ട് നൂറയും നോമിനേഷനിലില്ല. നൂറയ്ക്കുള്ള പവർ ഉപയോഗിച്ച് ഡയറക്ടർ നോമിനേഷൻ നൂറ നൽകിയത് ആര്യനെയായിരുന്നു. ജിസൈലിന്റെ ഷെയ്ഡായിട്ട് നിൽക്കുന്നു, ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നില്ല, സീരിയസ്നെസ് ഇല്ല എന്നീ കാരണത്താലാണത്. ഡബിൾ സ്റ്റാൻഡ്, സ്ട്രാറ്റജി ഗെയിം, നിഴലായി നിൽക്കൽ, കള്ളം പറയൽ, കുത്തിത്തിരിപ്പ്, ആക്രമണ സ്വഭാവം, ഒത്തുകളി, ഗ്രൂപ്പിസം, അങ്ങനെ നിരവധി കാരണങ്ങളാൽ 2 വോട്ടോടുകൂടി അക്ബർ, നെവിൻ, അനീഷ്, 4 വോട്ടോടുകൂടി അഭിലാഷ്, അനുമോൾ, രണ ഫാത്തിമ, 5 വോട്ടോടുകൂടി ബിന്നി, 7 വോട്ടോടുകൂടി ആദില. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആദിലയ്ക്കാണ്. ആദിലയ്ക്കും നൂറയ്ക്കും ചെറിയൊരു പേടി. നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയോണ്ട് കുശുമ്പുള്ളതുകൊണ്ടാണ് ആദിലയ്ക്ക് എല്ലാവരും ചെയ്തതെന്ന് അവർ. ദിയാസനയെ പോലുള്ളവർ മാത്രമേ തങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാനുള്ളതെന്ന് രണ കളിയാക്കിനെ പറ്റി അവർ സംസാരിക്കുന്നു. അനാഥരായ ആൾക്കാരെയും ബിഗ് ബോസിൽ വന്ന് എങ്ങനെ കളിയാക്കുമെന്ന് അവർ ചോദിക്കുന്നു. ഫാമിലി റൗണ്ട് വരെ എങ്ങനെയെങ്കിലും പിടിച്ചേക്കണം, അപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലോ എന്ന് പ്രതീക്ഷയോടെ. രാത്രിയിൽ ആദിലയുടെയും നൂറയുടെയും സഹോദരങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് നൂറ. ഫാമിലി പവർ ബിന്നിക്ക് കൊടുത്ത ആളാണ് ഈ പറയുന്നത്. ഒരു മാല ആദിലയുടെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നൂറ കല്യാണം കഴിക്കട്ടെ എന്ന്. ഒരു ഫോറസ്റ്റിൽ ലേക്കിന്റെ അടുത്തൊക്കെ 2 പേരുടെയും സിബ്ലിങ്സിന്റെയും വേണ്ടപ്പെട്ടവരുടെയും കൂടെ ആ കാട്ടിലെ ശബ്ദവും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്രപ്പോസൽ, അതാണ് എൻ്റെ സ്വപ്നമെന്ന് ആദില. ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ. എന്തൊക്കെയോ സ്ട്രാറ്റജികൾ പ്രേക്ഷകർ കണ്ടു മനസ്സിലാക്കട്ടെ. കഴിഞ്ഞ ദിവസം അനുമോൾ മോഹൻലാലിനോട് കണ്ടു എന്ന് പറഞ്ഞ സംഭവത്തെപ്പറ്റി സാബുമാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കണ്ടില്ല എന്ന് പറയുമ്പോൾ തോറ്റു പോകില്ലേ എന്നോർത്തിട്ടായിരിക്കും അതിൽ തന്നെ ഉറച്ചു നിന്നത്. രണയൊക്കെ സാബുമാനോട് ചോദിക്കുന്നുണ്ട്, ഒരു റൊമാൻറ്റിക് ട്രാക്ക് നോക്കാൻ പാടില്ലേ എന്ന് അനുമോളോടൊക്കെ. അത് പ്രവീണാണ് നോക്കുന്നതെന്ന് സാബുമാൻ. പ്രവീൺ അപ്പോൾ അനുമോളോടായിട്ട് നർമ്മസല്ലാപത്തിൽ കൈ നോക്കി അനുമോൾ ചിരിച്ചുകൊണ്ടും ഒരു റൊമാൻറ്റിക് മൂഡ് പോലെയുള്ള സന്ദർഭം, ഒരു റൊമാൻറ്റിക് മൂഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റൊമാൻറ്റിക് സ്ട്രാറ്റജി ഇനി തുടങ്ങുകയാണ്. കാണാം. അനീഷിന്റെ കട്ടിലിൽ പേരുകൾ എഴുതി വെച്ചിട്ടുള്ള സ്റ്റിക്കർ കാണാതാവുന്നു. എന്റെ സ്റ്റിക്കർ എവിടെ എന്ന് ചോദിച്ച അനീഷ്. എനിക്കത് അത്രയേറെ പ്രിയപ്പെട്ടതാണ് അനീഷ്, അത് നോക്കിയാണ് ഞാൻ എഴുന്നേൽക്കുന്നതെന്ന് അനീഷ്. ഇതെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എന്ന് അനുമോൾ ചോദിച്ചപ്പോൾ, നിനക്ക് പ്രാച്ചിയോടുള്ള ഇന്റിമസി പോലെയാണ് എനിക്ക് ഇത് എന്ന് അനീഷ്. അവസാനം കൺമഷി കൊണ്ട് അവിടെ എഴുതി വയ്ക്കുന്നു, സഹായത്തിനായി അക്ബർ. ഇനി കുഴപ്പമില്ല എന്ന് അക്ബർ. അനീഷിന് നോമിനേഷൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനീഷ് അനുവിനെയും നെവിനെയും നോമിനേഷൻ ചെയ്യുന്നു. ബിഗ് ബോസ് അത് പരിഗണിച്ചില്ല എങ്കിൽ കൂടിയും എല്ലാവരുടെയും മുമ്പിലും പ്രേക്ഷകരുടെ മുമ്പിലും തനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു അനീഷിന്. അത് അനീഷിന്റെ ഒരു വിജയമായിരുന്നു. അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ഷഫിൾ ചെയ്ത ബോളുകൾ ഒരു കളറിൽ തിരിച്ചു വയ്ക്കുക. അതിൽ അഭിലാഷ് ജയിച്ചു.
ക്യാപ്റ്റനായ അഭിലാഷിന് ഓരോ ടീമുകളും തിരിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അനുമോൾക്ക് പാത്രം കഴുകാൻ വയ്യ, രണിക്ക് ഫ്ലോർ ടീമിൽ പോകണം. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അങ്ങനെ ക്യാപ്റ്റനെ ശരിക്കും കുഴക്കി. പിന്നെ ഒരു വിധത്തിൽ അത് സോൾവ് ആക്കി. അനുമോൾക്ക് ജിസൈലിനെതിരെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം. ജിസൈൽ പാത്രം കഴുകുന്നില്ല എന്ന് അനുമോൾ. തിരിച്ച് അനുമോളും പാത്രം കഴുകുന്നില്ല. അനുമോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മാത്രമാണ് ജിസൈൽ പ്രതികരിക്കുന്നുള്ളൂ. ശരിക്കും നോമിനേഷനിൽ പോലും അനുമോളെ കൊണ്ടിടുന്നില്ല. ഫേക്ക് ഗെയിമുകളെയാണ് ജിസൈൽ നോമിനേഷൻ ഇടുന്നത്. ഈ ആഴ്ച 13 നോമിനേഷനുകളുണ്ട്. ആരാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വോട്ട് വളരെയേറെ സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെപ്പറ്റി കമൻറ്റ് ചെയ്യാമോ?